ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 4-ാം സ്കന്ധം 30-ാം അധ്യായം. പ്രചേതസ്സുകളുടെ തപസ്. വിതുരൻ പറഞ്ഞു, ബ്രഹ്മൻ ഭവാൻ ചൊന്ന ബർഹിഷത്തിൻ സുതർ മുകുന്ദനെ രുദ്രഗീതത്തിനാൽ തോഷിപ്പിച്ചു നേടിയതെന്തുവാൻ? നൂനം മുകുന്ദപ്രിയനാം ശിവൻ അടുത്തണഞ്ഞിടാൻ ഭാഗ്യമിയെന്നൊരജ്ജനം എന്തെന്ത് ഇഹാമുത്രഫലം ഭുജിച്ചു താനണഞ്ഞതാ മുക്തിപദം കഥിക്ക നീ. മൈത്രേയൻ പറഞ്ഞു, ജപയജ്ഞ തപസ്സാൽ ആ പ്രചേതസ്സുകളാഴിയിൽ താതാജ്ഞ നിർവഹിപ്പാനായി പ്രസാദിപ്പിച്ചു വിഷ്ണുവേ. 10,000 വത്സരത്തിനന്ത്യത്തിൽ ഭഗവാൻ ഹരി ശാന്തം ദുഃഖഹരം തേജസ്സോടും പ്രത്യക്ഷനായി മുതാ. കാർകൊണ്ടൽ മേരുവിൽ പോൽ അത്താർക്ഷ്യന്മേൽ മഞ്ഞളാടയും മണികൗസ്തുഭവും ചാർത്തി ഇരുളെങ്ങുമകറ്റുവോൻ മിന്നും സുവർണമണിഭൂഷകളാൽ തിളങ്ങും വക്രം കപോലതലവും മണിമൗലിഭാസും കയ്യെട്ടുമായി മുനികൾ വിണ്ണവർ ഭൃത്യരും ചേർന്നത്താർക്ഷ്യപക്ഷരവ സംസ്തുത കീർത്തിയുക്തൻ ഹരേ. ആ നീണ്ടുരുണ്ട ഭുജവല്ലികൾ തന്നടുക്കായി ശ്രീലക്ഷ്മിയൊത്തു വനമാലയുമാർന്ന ദേവൻ കാരുണ്യനോട്ടമുടും ആനതരായ ബർഹിഷത്തിൻ കുമാരരോടു ചൊന്നു ഘനസ്വരത്തിൽ ഹരേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഏകധർമ്മത്തോടും നിങ്ങൾ യോജിച്ചെന്നെ ഭജിക്കയാൽ പ്രസാദിച്ചേൻ. വരിച്ചാലും വരം നൃപകുമാരരെ, സന്ധ്യയ്ക്കെന്നും നിങ്ങളെ ഓർക്കുന്നോരാത്മസമാനരായി കാണും സ്വസോദരന്മാരെ സ്നേഹിക്കും ഭൂതരാശിയെ. ആരെന്നെ രുദ്രഗീതത്താൽ സ്തുതിപ്പോർ 2 നേരവും അവർക്കു നന്മതിയെയും കാമിതങ്ങളുമേകുവൻ. പിത്രാജ്ഞയെ ദോഷപൂർവം നിങ്ങളിങ്ങാദരിക്കയാൽ നിങ്ങൾ തൻ ശോഭനം കീർത്തി പാരിലെങ്ങും പരന്നിടും. പേർ കേട്ടൊരു സുതൻ നിങ്ങൾക്കുണ്ടാം. ബ്രഹ്മസമാനനായി നിറയ്ക്കും ആത്മവീര്യത്താൽ അവൻ ഈ 3 ലോകവും. പ്രമ്ലോജയിൽ കണ്ടുവിന്നുണ്ടൊരു കന്യ മനോഹരി, തരുക്കൾക്ക കുഞ്ഞിനെയുമേകി വിൺപൂകിനാളവൾ. വിശന്നുകരയും കുഞ്ഞിൻ ചോരിവായിൽ ദയാന്വിതം ചൊരിഞ്ഞു ചൂണ്ടുവിരലാൽ സോമരാജൻ സുധാച്ഛരി. എന്നിച്ഛയാൽ പ്രജാസൃഷ്ടിക്കച്ഛൻ കൽപ്പിച്ചിരിക്കയാൽ വേട്ടാലും അസുന്ദരിയെ കാലതാമസമെന്നിയേ. ഒരേ ധർമ്മം ശീലവുമാളുന്ന നിങ്ങൾക്കു സർവവും ധർമ്മശീലാദിയാൽ ഒത്ത പത്നിയായി വരുമസതി. ഭൗമസ്വർഗീയ ഭോഗങ്ങൾ എന്നനുഗ്രഹശക്തിയാൽ നിത്യവീര്യത്തോടൊട്ടേറെ ദിവ്യവർഷം ഭുജിക്കുവിൻ. പിന്നീട് എന്നിൽ നശിക്കാത്ത ഭക്തിയാൽ ശുദ്ധചിത്തരായി ആർന്നാലും എൻ പദം ഭോഗനിരയത്തിൽ വിരക്തരായി ഗൃഹസ്ഥരായും സൽക്കർമ്മയുക്തരായൻ കഥാമൃതം നുകർന്നു നാൾ കഴിപ്പോർക്കും ഗൃഹവും ബന്ധമായി വരാ. ബ്രഹ്മമാം ഞാൻ ശ്രോതൃഹൃത്തിലേറും വക്താവിലൂടവേ പിന്നെയുണ്ടായി വരാ ശോകമോഹ ഹർഷാദിബന്ധനം. മൈത്രേയൻ പറഞ്ഞു, തൽക്കാഴ്ചയാൽ താൻ വിരജസ്കരായൊരാ നൃപാത്മജന്മാർ ഹരി ഏവമോദവേ സഗദ്ഗതം കൂപ്പുകരത്തൊട സുഹൃത്തമൻപുമർത്ഥപ്രദനെ സ്തുതിച്ചുതേ. പ്രചേതസ്സുകൾ പറഞ്ഞു, മനസ്സിനും വാക്കിനും ഇന്ദ്രിയങ്ങളൊന്നിനും ഗമിക്കാനരുതാത്തൊരീശനെ നമിച്ചു നാനാഗുണനാമയുക്തനാമുദാരനാം ക്ലേശവിനാശകാരിയെ. സ്വതപ്രശാന്തൻ സുഖരൂപൻ അജ്ഞതൻ മനസ്സിൽ 2 എന്ന വിധം വിളങ്ങുവോൻ. സ്വമായയാൽ സൃഷ്ടിലയാദിയിൽ ഗുണസ്വരൂപൻ അദ്ദേവനയാ നമിച്ചിടാം. സന്താപഹാരിയായി ജ്ഞാനരൂപനായി ശുദ്ധസത്വനായി
യദുവംശേശ്വരൻ വാസുദേവനാം കൃഷ്ണനെ തൊഴാം. താമരപ്പൂമാല ചാർത്തും താമര കണ്ണ കൈതൊഴാം. താമരപ്പൂമ്പാദമാളും പത്മനാഭ തൊഴാം തൊഴാം. താമരത്താരല്ലിയൊത്ത മഞ്ഞപ്പൂഞ്ചേല ചാർത്തിയോൻ സർവാവാസൻ സർവസാക്ഷി ഭഗവാനെ നമിച്ചിടാം. നിശേഷക്ലേശവും പോക്കും ഈ രൂപം ഭഗവൻ ഭവാൻ കാട്ടിയല്ലോ നിശേഷക്ലേശവും പോക്കും ഈ രൂപം ഭഗവൻ ഭവാൻ കാട്ടിയല്ലോ ക്ലിഷ്ടരിവർക്ക് എന്തിതിന്മീതയാം ദയാഹരേ. ആർത്തരിൽ കൂറെഴുന്നോരാം പ്രഭുക്കന്മാർ സ്വഭൃത്യരെ വേണ്ടപ്പോഴൊന്നോർക്കുകയേ വേണ്ടു ദുഃഖമൊഴിഞ്ഞിടാൻ. ക്ഷുദ്രജീവികൾ തന്നുള്ളിൽ പോലും സന്താപനാശന വാഴുമങ്ങ് ഈയുള്ളവർ തൻ ഹിതം കാണാതിരിക്കുമോ. മോക്ഷമാർഗപ്രദൻ മുക്തിരൂപനാമങ്ങ് ഞങ്ങളിൽ കനിയേണം. ഇതൊന്നത്രേ വാഞ്ചിതം ത്രിജഗത്പതേ. എന്നാലും വരമർത്ഥിപ്പൻ നാഥ കാരണ നിൻ ഭൂതികൾക്കെങ്ങോരന്തം അനന്താഭിധനല്ലി നീ. അയത്നം പാരിജാതത്തയാർന്നും വണ്ടന്യമോർക്കുമോ നിൻകഴൽത്താരേവമാർന്നും മറ്റെന്തിഹവരിപ്പതും. നിന്മായയാൽ ബദ്ധരായി ഇങ്ങെത്ര ജന്മം കഴിക്കിലും അത്രയും കാലമുണ്ടായിടട്ടെ നിൻ ഭക്തസംഘവും. ഭഗവത് ഭക്തസംഘത്തിൻ ക്ഷണാർത്ഥത്തോടു മുക്കുമോ വിണ്ണും കൈവല്യവും പിന്നെ മർത്യഭോഗങ്ങളെന്തുവാൻ. എങ്ങ സത്കഥ കീർത്തിപ്പത് ഏതു കേട്ടാൽ ഭയാദിയും ഭോഗാശകളും അറ്റ് ഉണ്ടാം സർവഭൂതാനുകമ്പയും. എങ്ങ പരമഹംസൈക ശരണം ഭഗവാൻ ഹരി നിസ്സംഗരാൽ കഥാരൂപത്തിങ്കലെന്നും പ്രകീർത്തിതൻ. തീർത്ഥശുദ്ധിക്കു നിൻ ഭക്തർ ചരിക്കും അവിടങ്ങളിൽ അവരൊത്തു കഴിക്കുന്നത് ഏതാർത്തന്നു രുചിച്ചിടാം. നിന്നിഷ്ടതോഴൻ ഭവനൊത്തു തെല്ലുനേരം കഴിക്കാനിടവന്ന മൂലം ഭവാഖ്യമാം ഈ അചികിത്സ്യരോഗം പോക്കും ഭിഷഗ്വര്യനയാർന്നു ഞങ്ങൾ. പഠിച്ചു വേദം ഗുരുഭൂതർ വിപ്രർ മൂത്തോർ മഹാന്മാരിവരെ സദാപി സേവിച്ചു. മിത്രങ്ങളെയും സമസ്തഭൂതങ്ങളെയും പ്രണമിച്ചു ഞങ്ങൾ. അനേക വർഷം ജലരാശിയിങ്കലുണ്ണാതെ അത്യുഗ്ര തപസ്സു ചെയ്തു. അതൊക്കെയും നിൻ പരിതോഷണത്തിനാകാൻ കനിഞ്ഞിടണമേ മഹാത്മൻ. ജ്ഞാനം തപസ്സെന്നിവയാൽ വിശുദ്ധരാം മന്വാദ്യരും ബ്രഹ്മഹരാദ്യരും സദാ സ്തുതിക്കയാം. നിൻ മഹിമാന്തമാർന്നിടാദേവം സ്തുതിപ്പൂ കഴിവൊത്തു ഞങ്ങളും. ജ്ഞാനം തപസ്സെന്നിവയാൽ വിശുദ്ധരാം മന്വാദ്യരും ബ്രഹ്മഹരാദ്യരും സദാ സ്തുതിക്കയാം. നിൻ മഹിമാന്തമാർന്നിടാദേവം സ്തുതിപ്പൂ കഴിവൊത്തു ഞങ്ങളും. പരാൽപരൻ വാസുദേവൻ സത്വാത്മാവിന്നു കുമ്പിടാം. നമിക്കാം സമദൃക്കാം ഐശ്വര്യപൂർണൻ വിശുദ്ധനെ. മൈത്രേയൻ പറഞ്ഞു, ഏവം പ്രചേതസ്സുകളാൽ സ്തുതൻ മഹാപ്രഭാവനാം ശ്രീഹരി സുപ്രസന്നനായി തഥേതി ആർന്നാൻ സ്വപുരം കൊതിച്ചു നോക്കുമാ നൃപാലാത്മജർ കണ്ടു നിൽക്കവേ. പിന്നെ ആഴിക്കരയിൽ വന്നവർ മഞ്ഞിനെ നോക്കവേ വാനം തൊടും തരുനിര മൂടിക്കണ്ടാശുരുഷ്ടരായി തന്മുഖങ്ങളിൽ നിന്നാശു പൊങ്ങി കാലാഗ്നി സന്നിഭം തീയും കാറ്റും ഭൂമിയാകെ വൃക്ഷസംശൂന്യമാക്കുവാൻ. വൃക്ഷങ്ങൾ ചാമ്പലായി പോകുവതു കണ്ടു പിതാമഹൻ പ്രചേതസുകളെ തത്ര വന്നു സാന്ത്വപ്പെടുത്തിനാൻ. ബാക്കിയായി വന്ന വൃക്ഷങ്ങൾ പേടിച്ചാത്മതനൂജയെ ബ്രഹ്മോപദേശത്താൽ രാജപുത്രന്മാർക്കേകി സത്വരം. ബ്രഹ്മാജ്ഞയാൽ പിന്നെ വേട്ടാരവർ ആ മാരിഷാഖ്യയെ. പണ്ടു രുദ്രനെ നിന്ദിച്ച ദക്ഷൻ തൽപുത്രനായി നൃപ. തൻ പൂർവദേഹം കാലത്താൽ നഷ്ടമായി തീർന്നൊരമ്മഹാൻ ഈശേച്ഛയാൽ ചാക്ഷുഷത്തിൽ പ്രജാ സൃഷ്ടിക്കണഞ്ഞതാം.
പിറന്നന്നേ സ്വതേജസ്സാൽ മഹാതേജസ്വിമാരെയും വെന്നൊര കർദമാ പിറന്നന്നേ സ്വതേജസ്സാൽ മഹാതേജസ്വിമാരെയും വെന്നൊര കർമ്മദാക്ഷ്യത്താൽ അവനെ ചൊല്ലു ദക്ഷനായി സർഗരക്ഷാർത്ഥം അവനെ അഭിഷേചിച്ചു പത്മജൻ. ദക്ഷൻ അന്യപ്രജേശർക്കുമേകിനാൻ യുക്തജോലികൾ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 30-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നമ.